സെക്രട്ടേറിയറ്റിൽ ക്ലോസറ്റ് പൊട്ടി ജീവനക്കാരിക്ക് പരിക്കേറ്റതിലാണ് നമ്മൾ ഈ ലൈവത്തോൺ തുടങ്ങിയത്. അതിലിപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ പ്രതിഷേധിക്കുകയാണ്. ആ പ്രതിഷേധ കാഴ്ചകളിലേക്ക് സുനിഷ നമ്മളെ കൊണ്ടുപോകും. സുനിഷ അയ്യലൂർ, നമ്മൾ അവിടുത്തെ ആ ക്ലോസറ്റിൽ നിന്നാണ് തുടങ്ങിയത്. ആ ക്ലോസറ്റ് പൊട്ടി പരിക്കേറ്റ ജീവനക്കാരിക്ക് ഇപ്പോൾ എങ്ങനെയാണ് സംഘടനകൾ ഈ വിഷയം ഇപ്പോൾ ഏറ്റെടുക്കുന്നത്? സുജയ, നിലവിൽ ഏതായാലും ജീവനക്കാരുടെ സ്ഥിതി ഗുരുതരമല്ല എന്നത് തന്നെയാണ് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇവർ പറഞ്ഞതുപോലെ 9 സ്റ്റിച്ചുകൾ ഉണ്ടായിരുന്നു. ആരോഗ്യനില തൃപ്തികരമാണ് എന്നതാണ് ലഭിക്കുന്ന വിവരം. പക്ഷേ ഈ പറഞ്ഞതുപോലെ ഒരുപക്ഷെ നമ്മൾ രാവിലെ ഇവരോട് സംസാരിച്ചപ്പോഴും പറഞ്ഞൊരു കാര്യം ആവർത്തിച്ചു പറഞ്ഞ വിഷയമാണ്. പക്ഷേ ഇപ്പോൾ നിലവിൽ നിവൃത്തികേട് കൊണ്ടാണ് ഇത്തരമൊരു പ്രതിഷേധത്തിലേക്ക് കടക്കേണ്ടി വരുന്നത് എന്നതാണ്. അല്പസമയം മുമ്പാണ് ഈ ഒരു പ്രതിഷേധം ആരംഭിച്ചിരുന്നത്. ഇതാ ഇപ്പോൾ ഈ അനക്സ് കഴിഞ്ഞ ദിവസം പ്രശ്നമുണ്ടായ അപകടമുണ്ടായ അതേ അനക്സ് ന്റെ തൊട്ടുമുന്നിൽ, കവാടത്തിന് തൊട്ടുമുന്നിലാണ് ഇപ്പോൾ കേരള സെക്രട്ടേറിയറ്റ് അസോസിയേഷന്റെ നേതൃത്വത്തിൽ ഇത്തരത്തിലുള്ളൊരു പ്രതിഷേധം സംഘടിപ്പിച്ചിരിക്കുന്നത്. പ്രധാനമായും ഇവർ പറയുന്നൊരു പ്രശ്നം ഒരുപക്ഷെ ഈ പറഞ്ഞതുപോലെ ഇരിക്കാൻ പോലും കൃത്യമായ സൗകര്യമില്ല എന്നതാണ്. ഒന്ന് അമർന്നിരുന്നാൽ പോലും പൊട്ടി വീഴുന്ന തരത്തിലുള്ള കസേരകളാണ് ഈ സെക്രട്ടേറിയറ്റിനകത്തുള്ളത് എന്നത് തന്നെയാണ് ഓരോ ജീവനക്കാരും പറയുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും ഒരുപക്ഷെ ഈ ക്ലോസറ്റ് പൊട്ടി വീണടക്കമുള്ള ഒരു അപകടം അത് ഒരു സാധാരണ സംഭവമല്ല എന്നത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ആ ക്ലോസറ്റിന്റെ ചിത്രമടക്കം പോസ്റ്ററിൽ ഒട്ടിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധവുമായി ഈ സെക്രട്ടേറിയറ്റ് അസോസിയേഷൻ അംഗങ്ങൾ എത്തിയിരിക്കുന്നത് എന്നതാണ്. ഏതായാലും ഇനി വരുന്ന ദിവസങ്ങളിലും ഇതേ രീതിയിലുള്ളൊരു പ്രതിഷേധം, ഒരുപക്ഷെ അറ്റകുറ്റപ്പണി എന്ന പേരിൽ ഓരോ വർഷം തോറും ഈ പീരിയോഡിക്കലി ഓരോ തരത്തിലുള്ള അറ്റകുറ്റപ്പണികളും അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളും ഒക്കെ തന്നെയും നടക്കുന്നുണ്ടെങ്കിലും പക്ഷേ അതൊന്നും തന്നെ അടിസ്ഥാന സൗകര്യങ്ങൾ വിപുലീകരിക്കുന്ന കാര്യങ്ങളിലേക്ക് സുനിഷ, ആ ജീവനക്കാരിക്ക് പരിക്കേറ്റ ആ പൊട്ടിവീണ ക്ലോസറ്റ് അതെങ്കിലും ഒന്ന് മാറ്റി സ്ഥാപിച്ചോ? ജീവനക്കാരുടെ അടിസ്ഥാന സൗകര്യങ്ങൾ അടിയന്തരമായി സുജയ, തീർച്ചയായിട്ടും ഇവരും അത് തന്നെയാണ് പറയുന്നത്. അതായത് ഈ ഒരു ക്ലോസറ്റ് എങ്കിലും ഇനി മാറ്റാനുള്ള ഒരു സംവിധാനം ഒരുക്കേണ്ടതുണ്ട് എന്നതാണ്. അത് തന്നെയാണ് നമുക്കും പറയാനുള്ളത്. കാരണം ഇവർ പറയുന്നത് പോലെ സുജയ, ഒരുപക്ഷെ ആ ക്ലോസറ്റിന് തൊട്ടപ്പുറം തന്നെ ഒരു ഫോട്ടോ കാണാൻ കഴിയുമായിരുന്നു. അതൊരു ഡോറിൻ്റെതാണ്. ആ ഡോറിൽ കൃത്യമായി ഒരു കയറിട്ട് ഒരു ലോക്ക് കുരുക്കിയതായി നമുക്ക് കാണാൻ കഴിയും. അവരോട് ചോദിച്ചപ്പോൾ ഇവർ പറയുന്നത് പല ഡോറുകളുടെയും അവസ്ഥ, ഈ സെക്രട്ടേറിയറ്റിലെയും ഈ അനക്സിലെയൊക്കെ പല ഡോറുകളുടെയും അവസ്ഥ ഇത്തരത്തിലാണ് എന്നതാണ്. നമ്മൾക്ക് അകത്ത് കയറി എല്ലാ വാതിലുകളും എങ്ങനെയെന്ന് നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട്. പക്ഷേ അവർ പറയുന്നത് പ്രകാരം അവർ പറയുന്നത് ഇപ്പോഴും പല വാതിലുകൾക്കും ലോക്കില്ല എന്ന കാര്യമാണ്. എങ്ങനെയാണ് ഇത്രയധികം ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നത്? ഒരുപക്ഷെ സെക്രട്ടേറിയറ്റ് പോലുള്ള സ്ഥലങ്ങൾ സാധാരണക്കാരായ നിരവധി പേർ കേരളത്തിന്റെ അങ്ങോളം ഇങ്ങോളമുള്ള ഇടങ്ങളിൽ നിന്നടക്കം സാധാരണക്കാരായ ആളുകൾ പ്രശ്നങ്ങൾ പറയാനും ഓരോരുത്തരെ കാണാനുമായി എത്തുന്നൊരിടം കൂടിയാണ്. പക്ഷേ ഈ മന്ത്രിമന്ദിരങ്ങളൊക്കെ മോടി പിടിപ്പിക്കുന്നതിനെ കുറിച്ചാണ് എനിക്കിപ്പോൾ ഓർമ്മ വന്നത്. ഈ മന്ത്രിമന്ദിരങ്ങളിലൊക്കെ ടൈല് മാറ്റാൻ വരെ വലിയ തുകകളൊക്കെ അനുവദിക്കുന്നത്, മന്ത്രിമന്ദിരങ്ങൾ പുതുക്കി പണിയുന്നത്, നവീകരണം എന്നൊക്കെ പറഞ്ഞ് നമ്മൾ തന്നെ വാർത്ത കൊടുത്തിട്ടുണ്ടാകുമല്ലോ. കുറെ സുനിഷയ്ക്ക് ഓർമ്മയുണ്ടാകുമല്ലോ. സുനിഷ ഈ ജോലിക്ക് തിരുവനന്തപുരത്തേക്ക് വന്നതിന് ശേഷം ഈ മന്ത്രിമന്ദിരങ്ങളിലെ മോടി പിടിപ്പിക്കലുകൾ, ടൈൽ മാറ്റലുകൾ, നവീകരണം, ഇങ്ങനെ പല പല ഹെഡറുകളിൽ വാർത്തകൾ നമ്മൾ കണ്ടിട്ടുള്ളതാണ്, അല്ലെങ്കിൽ നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഈ സെക്രട്ടേറിയറ്റിലെ ജീവനക്കാരുടെ ഒരു ക്ലോസറ്റ് മാറ്റാൻ പോലും കാശില്ലേ? സുജയ, അത് തന്നെയാണ് പ്രധാനപ്പെട്ട പ്രശ്നമായിട്ട് പറഞ്ഞത്. മന്ത്രിമന്ദിരം എന്നതിലപ്പുറം തന്നെ ഓരോ മന്ത്രിമാരും മാറി വരുന്ന സമയത്ത് പോലും കൃത്യമായി ഇപ്പോൾ ഒരുപക്ഷെ ഇവിടെയൊക്കെ തന്നെയും മന്ത്രിമാരുടെ ഓഫീസുകളുണ്ട്, അവിടെയൊക്കെ തന്നെയും കൃത്യമായി പുറമോടിയിലുള്ള പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ട് എന്നതാണ്. ഒരുപക്ഷെ മന്ത്രിയുടെ ഓഫീസും ആ ഓഫീസോടനുബന്ധിച്ചുള്ള ശുചിമുറിയും നോക്കിയാൽ അത് കൃത്യമായി തന്നെ അറ്റകുറ്റപ്പണികൾ നടത്തുന്നുണ്ട്, അത്തരത്തിൽ പ്രവർത്തനങ്ങളൊക്കെ തന്നെയും നടത്തുന്നുണ്ട്. പക്ഷേ ജീവനക്കാർക്കുള്ള സാധാരണ ജീവനക്കാർ പോകുന്ന ഈ ശുചിമുറികളുടെ അവസ്ഥയാണ് നമ്മൾ ഈ കാണുന്നത് പോലെ ഇതാ ഈ പൊട്ടിയ ക്ലോസറ്റുകളുടെ അവസ്ഥയിലേക്ക് മാറുന്നത് എന്നത് തന്നെയാണ്. ഈ പറഞ്ഞതുപോലെ നേരത്തെ ഒരുപക്ഷെ മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും ഒക്കെ പറഞ്ഞത് ഒരു മരപ്പെട്ടി വിഷയമൊക്കെ നേരത്തെ പറഞ്ഞത് നമ്മളുടെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. പക്ഷേ അന്ന് അതൊരു ചെറിയ പ്രശ്നമായി മാറുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ അത് എത്രത്തോളം ഇവരെ ബാധിക്കുന്നുണ്ട് എന്നത് വലിയ കാര്യമായി തന്നെ കാണേണ്ടതുണ്ട് എന്നുള്ളത് തന്നെയാണ്. പക്ഷേ നമ്മൾ നേരത്തെ ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ എന്താണ് ഇതിലെ പ്രശ്നങ്ങൾ മുഖ്യമന്ത്രി ഇപ്പോൾ തിരുവനന്തപുരത്ത് ഉണ്ടെങ്കിൽ അദ്ദേഹത്തിന് നേരിട്ട് ഇത് ഇടപെടാവുന്ന ഒരു വിഷയം തന്നെയാണ്, അല്ലെങ്കിൽ ബന്ധപ്പെട്ട വകുപ്പുകൾക്ക് ഇടപെടാവുന്ന വിഷയമാണ്. അനക്സ് 1 എന്ന് പറയുമ്പോൾ സെക്രട്ടേറിയറ്റ് അനക്സ് 1-ൽ ഇങ്ങനെ ഒരു പ്രശ്നം നടന്നിട്ട് അതിന്മേലുള്ള ഇടപെടൽ എന്താണ് സുനിഷ? ഈ ഒരു ക്ലോസറ്റ് അല്ലേ പൊട്ടിയത്, അത് ഇത്രയ്ക്ക് ഇഷ്യൂ ആക്കേണ്ടതുണ്ടോ എന്ന ചോദ്യമാണോ മറുഭാഗത്ത്?
സുജ, ഇതിലേതായാലും ഒരു പരസ്യ പ്രതികരണം എന്ന രീതിയിലേക്ക് നമുക്ക് ആരുടെയും പ്രതികരണം ലഭിച്ചിട്ടില്ല എന്നതാണ്. നമ്മൾ ഈ ഹൗസ് കീപ്പിംഗ് വിഭാഗമാണ് പൊതുവെ ഇവിടെ പർച്ചേസിംഗും ഇത്തരത്തിലുള്ള കാര്യങ്ങളും ഒക്കെ നടത്തുന്നത്. ഹൗസ് കീപ്പിംഗ് വിഭാഗത്തോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് ഈ ക്ലോസറ്റിന് അധികം കാലപ്പഴക്കമൊന്നും ഇല്ല എന്നതാണ്. പക്ഷേ ചോദ്യമായി വരുന്നത് അങ്ങനെ ഒരു കാലപ്പഴക്കമുള്ള ഒരു ക്ലോസറ്റ് അല്ല എങ്കിൽ എന്തുകൊണ്ട് ഇത് പൊട്ടുന്നു എന്നുള്ളത് തന്നെയാണ്. അങ്ങനെയെങ്കിൽ ഇതിന് ക്വാളിറ്റി ഇല്ല എന്ന കാര്യം ഉറപ്പുവരുത്താമെന്നതാണ്. നേരത്തെ തന്നെ ജീവനക്കാർ പ്രധാനമായും ഉന്നയിച്ചൊരു കാര്യം ഈ പർച്ചേസിംഗുമായി ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ചില അഴിമതികൾ നടക്കുന്നുണ്ടോ എന്നതായിരുന്നു. കാരണം ക്വാളിറ്റി ഇല്ലാത്ത സാധനങ്ങളാണോ ഇവിടേക്ക് എത്തിക്കുന്നത് എന്നുള്ളൊരു സംശയം തുടക്കം മുതൽ തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെയല്ല എങ്കിൽ ഒരുപക്ഷെ ഡോറ് പോകുന്നു, ഡോറിന്റെ ലോക്കുകൾ നിരന്തരം പൊട്ടുന്നൊരു സാഹചര്യം ഉണ്ടാകുന്നു, ഈ ടോയ്ലറ്റിലെ ഈ ക്ലോസറ്റുകൾ പോലും പൊട്ടുന്നൊരു സ്ഥിതി ഉണ്ടാകുന്നു. അത്തരത്തിൽ നേരത്തെ പൈപ്പ് പൊട്ടിയ സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നു. എന്തിന് സീലിംഗുകൾ പോലും പൊട്ടി വീഴുന്ന ഒരു സ്ഥിതി ഒരുപക്ഷെ സെക്രട്ടേറിയറ്റിൽ നിന്ന് ഈ പ്രതിഷേധമല്ലാതെ കൂടുതലായി ഒന്നും കാണുന്നില്ല. ഇപ്പോൾ ഈ ഒരു പ്രതിഷേധവും അത് പേരിനൊരു പ്രതിഷേധമായി ഒതുങ്ങാനുള്ള ഒരു സാധ്യതയാണോ സുനിഷ നമ്മൾ കാണുന്നത്? സുജയ, നിലവിൽ ഏതായാലും ഒരുപക്ഷെ അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം ഇവർ പറയുന്നത് കഴിഞ്ഞ തവണ ഒരുപക്ഷെ നമുക്ക് തന്നെ ഓർമ്മയുണ്ടാവും, നമ്മൾ തന്നെ ആ സീലിംഗ് പൊട്ടി വീണുകൊണ്ടുള്ള അപകടം കൊടുത്തതാണ്. ആ അപകടത്തിന് ശേഷവും ഇതേ രീതിയിലുള്ള പ്രതിഷേധം ശക്തമായ രീതിയിൽ തന്നെയുള്ള കാര്യങ്ങൾ നടക്കുകയും ചെയ്തിരുന്നു. പക്ഷേ പിന്നീട് അത് ഒരു മാസം പിന്നിടുമ്പോൾ തന്നെയാണ് അടുത്ത അപകടം ഉണ്ടാകുന്നത് എന്നതാണ്. അതിന്റെ പേരിലാണ് ഇപ്പോൾ പ്രതിഷേധവും നടക്കുന്നത്. പക്ഷേ ഇത് എത്ര കണ്ട് ഫലവത്താകും, അല്ലെങ്കിൽ ഇത് എത്ര കൊണ്ട് അധികാരികൾ ഇത് കണ്ടു തുറക്കും, ഇതിനോട് അധികൃതർ എങ്ങനെ പ്രതികരിക്കും എന്ന കാര്യത്തിൽ ഇവർക്കും ഒരു വ്യക്തതയില്ല എന്നതാണ്. ഇവർ ഇപ്പോഴും സർക്കാരിനെയും ഒപ്പം തന്നെ അധികൃതരെയും ഈ പറയുന്നത് പോലെ കാര്യങ്ങൾ ധരിപ്പിക്കുന്നുണ്ട്, ഈ പ്രതിഷേധവുമായി മുന്നോട്ട് വരുന്നുണ്ട്. പക്ഷേ അതിലൊന്നും തന്നെ കൃത്യമായ നടപടികൾ ഉണ്ടാകുമോ എന്നുള്ള ഒരുപക്ഷെ ഇവരോട് ചോദിച്ചപ്പോൾ തന്നെ അത്ര കണ്ട് വിശ്വാസത്തിൽ അവർ തന്നെ അത്തരത്തിലുള്ള പ്രതീക്ഷയിലേക്ക് എത്തിയിട്ടില്ല എന്നതാണ്. കാരണം ശരി, അപ്പോൾ തൽക്കാലത്തേക്ക് നമുക്ക് സെക്രട്ടേറിയറ്റിൽ അതിപ്പോൾ കാലപ്പഴക്കമാണോ അതോ അത് കൊള്ളാത്ത ഒരു ക്ലോസറ്റ് കൊണ്ട് സ്ഥാപിച്ചതാണോ, അവിടെയും കക്കൂസ് അഴിമതി ഉണ്ടോ എന്നൊക്കെ പ്രേക്ഷകരൊക്കെ ചോദിക്കുന്നുണ്ട്. സുനിഷ അവിടെ തന്നെ തുടരുക. പ്രതിഷേധ കാഴ്ചകളിലേക്ക് നമുക്ക് വരാം.